ഒരു റൂറൽ പാരിഷ് ചർച്ചിലെ പള്ളിയിലച്ഛൻ കൊല്ലപ്പെടുകയാണ്. എല്ലാവരും സംശയിക്കുന്നത് ഒരേ ഒരാളെയാണ്, പള്ളിയിലെ കൊച്ചച്ഛനായി പുതുതായി സ്ഥാനം ഏറ്റെടുത്ത ജഡിനെ. അങ്ങനെ എല്ലാവരും സംശയിക്കാൻ രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, മരിച്ചുപോയ ഈ പ്രധാന പുരോഹിതനായ പള്ളിയിലച്ഛനുമായിട്ട് ഈ ചെറിയ അച്ഛന് പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തേത്, ഒരു പഴയ ബോക്സറായ ഈ കൊച്ചച്ഛൻ സ്വഭാവത്തിൽ ആളത്ര വെടിപ്പായ കക്ഷിയുമെന്നല്ല, ടെമ്പർ കയറിയ ആരെയും തല്ലുന്ന സ്വഭാവമാണ്. അതൊരു വലിയ പാരിഷുകളോ വലിയ ഒരു ഏരിയ ഉള്ളതുകൊണ്ടോ വലിയ ചർച്ചയാകുന്നില്ലെങ്കിലും ഈ മരിച്ചുപോയ അച്ഛൻ്റെ വിശ്വാസികളായ കുറച്ച് ആൾക്കാർ ഈ കൊച്ചച്ഛനെ വളരെയധികം സംശയിക്കുകയും പോലീസിൽ കേസാകുക വരെ ചെയ്യുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിയാക്കപ്പെട്ട ഫാദർ, അതായത് ജഡ്, സമീപിക്കുന്നത് ബെനോയിറ്റ് ബ്ലാങ്കിനെയാണ്. അതെ, നൈസ് ഔട്ടിലും ഗ്ലാസ് ഓണിലും നമ്മൾ കണ്ട ഡിറ്റക്റ്റീവായ ബെനോയിറ്റ് ബ്ലാങ്കിനെ. പറഞ്ഞു വന്നത് നൈസ് ഔട്ട് സീരീസിലെ വേക്കപ്പ് ഡെഡ് എന്ന പുതിയ സിനിമയെ പറ്റിയാണ്. ആദ്യ രണ്ട് സിനിമകളെ പോലെ തന്നെ ഒരു ഗംഭീര ത്രില്ലർ അനുഭവം സിനിമ തരുന്നുണ്ട്. ആദ്യ രണ്ട് കഥകളിലെ പോലെ തന്നെ ഒരു ക്രൈം സീനിലേക്ക് ഡിറ്റക്റ്റീവായ ബെനോയിറ്റ് ബ്ലാങ്ക് എത്തിപ്പെടുന്നതും പിന്നീട് ആ കേസിനെ ചുരുളടിക്കുന്നതുമാണ് ശരിക്കുള്ള കഥ. ശരിക്കും സിനിമയിൽ ഞെട്ടിച്ചത് ഒന്ന് ലൈറ്റിംഗ് ആണ്. പലപ്പോഴായി വെയിലും മഴയും മഞ്ഞും മാറി വരുന്ന ആ കാലാവസ്ഥ ആ സിനിമയ്ക്ക് മൊത്തമൊരു ഹൊറർ അല്ലെങ്കിൽ ത്രില്ലർ ആംബിയൻസ് നൽകുന്നുണ്ട്. രണ്ടാമത്തേത്, ബെനോയിറ്റ് ബ്ലാങ്കിന് പുറമേ അഭിനയത്തിൽ ഞെട്ടിച്ച ജോഷ് ഓ'കോണർ നടൻ്റെ അഭിനയമാണ്. പ്രതിയാക്കപ്പെട്ട പള്ളിയച്ഛനെ അഭിനയിച്ച ജുഡ് അഭിനയിച്ച ജോഷ് ഓ'കോണർ ശരാശരി നിലവാരത്തെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ഗംഭീര അനുഭവമാണ് വേക്കപ്പ് ഡെഡ് തരുന്നത്. ഒരു നെറ്റ്ഫ്ലിക്സ് മൂവി എന്നതിനേക്കാൾ കൂടുതൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ അർഹിച്ചിരുന്നു. വളരെ വിചിത്രമായി വിശ്വാസവും മിത്തുകളും റിയാലിറ്റിയും ഒക്കെ കൂടിക്കൊഴിച്ചുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത്. വേക്കപ്പ് ഡെഡ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും കാണുക.